സമീപകാലത്തൊന്നും കാണാത്ത തരത്തിലുള്ള ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നെയ്യാറ്റിൻകര ആറാലുംമൂട് കാവുവിളാകം സിദ്ധൻ ഭവനിൽ ഗോപനെ കാണാനില്ല എന്ന ഒരു വാർത്ത, അതിനെ ചുറ്റിപ്പറ്റി ഉയർന്ന മറ്റ് സംശയങ്ങൾ, അതാണ് മാധ്യമങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഈ സംഭവത്തെ കൊണ്ടുവരുന്നത്. മക്കളുടെ പ്രതികരണം, ഇത് സമാധിയിരുത്തിയതാണ് എന്നുള്ള മക്കളുടെ പ്രതികരണമൊക്കെ പിന്നീട് വലിയ രീതിയിൽ ചർച്ചയാകുന്നു. അതിനുശേഷമാണ് അവിടെ കല്ലറ പൊളിച്ചുള്ള പരിശോധന നടക്കുകയും ഇന്നലെ സ്വാഭാവിക മരണം എന്ന നിലയിലേക്ക് ഒരു പ്രാഥമിക പരിശോധനയിൽ വ്യക്തമാവുകയും ചെയ്തത്. അപ്പോൾ പോലും രാസപരിശോധനാ ഫലം ഉൾപ്പെടെ ലഭിക്കേണ്ടതുണ്ട്. അതിന് ഇനിയും ദിവസങ്ങളെടുക്കും. പക്ഷേ ഇപ്പോൾ പ്രാഥമിക ഫലം വന്ന സാഹചര്യത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്ന് മക്കൾ അവകാശപ്പെടുന്നു. ഇന്ന് മഹാസമാധി നടത്താൻ ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിൽ തീരുമാനമെടുക്കുകയായിരുന്നു. VSDPയുടെയും ഹിന്ദു ഐക്യവേദിയുടെയും ഒക്കെ നേതൃത്വത്തിലാണ് ഇപ്പോൾ മഹാസമാധിക്കുള്ള എല്ലാ ഒരുക്കങ്ങളും അവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത്. നാമജപയാത്രയായി മൃതദേഹം ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. വീടിന് സമീപം ഒരുക്കിയിരിക്കുന്ന, നേരത്തെ തന്നെ വീടിന് സമീപം ഒരുക്കിയിരുന്ന സമാധി തറ എന്ന് അവർ വിളിക്കുന്ന ഇടം, അത് കുറച്ചുകൂടി വിപുലപ്പെടുത്തി അവിടെ കൂടുതൽ സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവിടെ കൂടുതലായി അലങ്കരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വിവിധ മഠങ്ങളിൽ നിന്നുള്ള സ്വാമിമാർ എത്തിയിട്ടുണ്ട്. അവർ ഈ യാത്രയെ അനുഗമിക്കുന്നുണ്ട്. കുറച്ചുപേർ അപ്പോൾ വീട്ടിൽ നമുക്ക് കാണാം. അവിടെ ഇനി പ്രത്യേക പൂജകളും മറ്റും നടക്കാനിരിക്കുകയാണ്. അവിടേക്ക് ഈ മൃതദേഹം കൊണ്ടുവരും. അവിടെ പൂജകൾക്ക് ശേഷം മഹാസമാധി ഇരുത്തും. അതിനുശേഷം നാട്ടുകാരെ ഒക്കെ ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി രൂപീകരിച്ചായിരിക്കും ഇനി ഈ സമാധി, അതിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ വേണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്ന കാര്യത്തിൽ കൂടുതൽ തീരുമാനമെടുക്കുക എന്നതാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അല്പം മുമ്പ് നമ്മളോട് പറഞ്ഞത്. എന്തായാലും വലിയ വിവാദമായി മാറിയ, വലിയ രീതിയിൽ കേരളം ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ഈ സമാധിയുമായി ബന്ധപ്പെട്ട്. അതിപ്പോൾ അതിനേക്കാൾ വിപുലമായ രീതിയിൽ നടത്തുകയാണ്. നമ്മൾ നാമജപ യാത്ര കാണുമ്പോൾ അവിടെ ആ മൃതദേഹത്തെ മകൻ സനന്ദൻ, രണ്ടാമത്തെ മകൻ സനന്ദൻ അനുഗമിക്കുകയാണ്. മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചപ്പോൾ അതിവൈകാരികമായി സംസാരിച്ചിരുന്നു മകൻ സനന്ദൻ. അതിനിടയിൽ ചില പരാമർശങ്ങൾ നടത്തി, മറ്റ് മതവിഭാഗങ്ങളുമായി ബന്ധപ്പെടുത്തിയൊക്കെ നടത്തിയ ആ പരാമർശങ്ങളിൽ ഇന്ന് മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മകൻ. ഇപ്പോൾ ആ യാത്രയിൽ മകൻ ആ മൃതദേഹത്തിനോടൊപ്പം തന്നെയുണ്ട്. അല്പസമയത്തിനകം തന്നെ വീട്ടിലേക്ക് എത്തിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. വീട്ടിൽ VV വിനോദ് ഉണ്ട്. മഹാസമാധിക്കുള്ള ഒരുക്കങ്ങളൊക്കെ അവിടെ പൂർണ്ണമായിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ വിനോദ് സൂചിപ്പിച്ചതാണ്. വിനോദ്, അവിടെ ഇനി പ്രത്യേക പൂജകൾ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ഒരു സ്വാമിയെ കാണാം. മറ്റ് സ്വാമിമാരും മറ്റ് മഠങ്ങളിൽ നിന്നുള്ള സ്വാമിമാരും ഒക്കെ ഉണ്ട്. ഈ നാമജപ യാത്രയെയും സ്വാമിമാർ അനുഗമിക്കുന്നുണ്ട്. ആരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഇനി അവിടെ സമാധി പൂജ നടക്കുക? എന്തൊക്കെ തരത്തിലാണ് ചടങ്ങുകൾ ക്രമീകരിച്ചിട്ടുള്ളത്? രേണുക, ഇവിടെ പ്രത്യേക പൂജയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ചെങ്കൽ മഹാദേവ ക്ഷേത്രത്തിന്റെ മഠാധിപതിയാണ് ഇവിടെ പൂജാകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഘോഷയാത്ര ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഈ സമാധിക്കുള്ള ചടങ്ങുകൾ, പൂജകൾ ആരംഭിക്കും. നമുക്കറിയാം, ഏറെ വിവാദമായ സംഭവമാണ്. അദ്ദേഹത്തിന്റെ ഭൗതികദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തേണ്ടി വന്നു. എന്നാൽ അതേ സ്ഥലത്ത് തന്നെ വീണ്ടും സമാധി ചടങ്ങുകൾ പൂർത്തിയാക്കി ആ കർമ്മങ്ങൾ അവസാനിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. അതിൻ്റെ എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ വലിപ്പം കൂട്ടിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടി ഇതിൻ്റെ വലിപ്പം കൂട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഋഷിപീഠം എന്ന പേരിലാണ് ഇനി ഈ സമാധി സ്ഥലം അറിയപ്പെടുക. അങ്ങനെ ഒരു പേര് കൂടി ഈ സ്ഥലത്തിന് നൽകിയിട്ടുണ്ട്. ഇവിടെ ധാരാളം ആളുകൾ, പരിസരവാസികളായ ആളുകൾ, അതോടൊപ്പം തന്നെ വിവിധ ഹൈന്ദവ സംഘടനകളുടെ പ്രതിനിധികൾ, അങ്ങനെയുള്ള ആളുകളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഘോഷയാത്രയിലും വലിയ ജനപങ്കാളിത്തമുണ്ട്. ഈ കൈലാസനാഥ ക്ഷേത്രം, അത് ഈ തൊട്ടടുത്ത് തന്നെയാണ്, വീടിനോട് ചേർന്ന് തന്നെയാണ് ആ ക്ഷേത്രവും ഉള്ളത്. വീട്ടിൽ നിന്ന് വളരെ കുറച്ച് മാറിയാണ് ഈ സമാധി സ്ഥലം. അത് നേരത്തെ തന്നെ തയ്യാറാക്കിയതാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗശേഷം, അല്ലെങ്കിൽ അദ്ദേഹം സമാധിയാകുന്നത് ഈ സ്ഥലത്തായിരിക്കണമെന്ന ഒരു തീരുമാനം നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു സമാധി. ഈ സമാധിയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ അത് ഒരു വശത്ത് നിൽക്കുന്നു. പക്ഷേ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് വിവാദങ്ങൾ കെട്ടടങ്ങി, പക്ഷേ നിയമ നടപടികൾ തുടരും. ഇങ്ങനെ ഒരു വിവാദത്തിന് തിരികൊളുത്തിയ ആളുകളുണ്ട്. ആ ആളുകൾക്ക് എതിരെയുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന കാര്യം അവർ പറയുന്നുണ്ട്. എന്നാൽ ഈ സമാധി മറ്റ് തർക്കങ്ങളോ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഏറ്റുമുട്ടലുകളോ ഇല്ലാതെ, കാലുഷ്യമില്ലാതെ വീണ്ടും ഇതേ സ്ഥലത്ത് തന്നെ സമാധി ചടങ്ങുകൾ പൂർത്തിയാക്കും. അതിനുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത്.
പല ആശ്രമങ്ങളിൽ നിന്നുള്ള ഋഷിമാർ അവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഉള്ളത് ചെങ്കൽ മഹാദേവ ക്ഷേത്രത്തിലെ മഠാധിപതിയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. അദ്ദേഹം ഇപ്പോൾ തന്നെ ഇവിടെ ഉപവിഷ്ടനായിട്ടുണ്ട്. മറ്റ് ആളുകൾ, ഈ പരിസരവാസികളുണ്ട്, അവരെല്ലാം തന്നെ കാത്തു നിൽക്കുകയാണ് ഈ ഘോഷയാത്ര ഇവിടെ എത്തുന്നതിന് വേണ്ടി. വലിയ ജംഗ്ഷനിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ആറാലുംമൂട് ജംഗ്ഷനിൽ ഇപ്പോൾ ഈ നാമജപ യാത്ര എത്തിയിട്ടുണ്ട് എന്നാണ് വി അരുൺ റിപ്പോർട്ട് ചെയ്തത്. അവിടെ നിന്ന് ഏറെ ദൂരമുണ്ടോ ഈ വീട്ടിലേക്ക്? നേരത്തെ 3 മുതൽ 4 വരെ 3 മണിക്ക് മൃതദേഹം അവിടെ എത്തിക്കുമെന്നും 1 മണിക്കൂർ നീളുന്ന പൂജകൾ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരുന്നത്. ഇപ്പോൾ അല്പം വൈകിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സമാധി സമയം നീണ്ടുപോകുമോ, അതോ ഏതെങ്കിലും പ്രത്യേക മുഹൂർത്തമോ മറ്റോ നിശ്ചയിച്ചുകൊണ്ടുള്ളതാണോ ഈ ചടങ്ങുകൾ? തീർച്ചയായും അതാണ് മുഹൂർത്തം എന്നാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരുക്കങ്ങൾ നടത്തുന്ന ആളുകൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. 3 മണി മുതൽ 4 മണി വരെയുള്ള സമയം, അതിനിടയിലാണ് ഈ മഹാസമാധി എന്ന നിലയിൽ അവർ ഈ ചടങ്ങിനെ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നത്. ചെങ്കൽ ശിവക്ഷേത്രത്തിൻ്റെ മഠാധിപതി മഹേശ്വരാനന്ദ സരസ്വതി, അദ്ദേഹമാണ് ഇവിടെ ഈ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. കുറച്ചു മുൻപ് തന്നെ അദ്ദേഹം ഇവിടേക്ക് എത്തി. ഈ വിവാദങ്ങൾ ഉണ്ടായത് തങ്ങളെ വേദനിപ്പിച്ചു, അനാവശ്യ വിവാദമായിരുന്നു, മറ്റ് ചില താല്പര്യങ്ങളുടെ പേരിൽ ഉണ്ടായ വിവാദമാണെന്ന് ഇവിടെ അദ്ദേഹത്തിൻ്റെ മക്കളും മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മക്കളെ അനുകൂലിച്ച് വന്ന വ്യക്തികളുണ്ട്. അവരെല്ലാം തന്നെ പറയുന്നത് ഇതൊരു അനാവശ്യ വിവാദമായിരുന്നു, ഇത് ഒരു സാധാരണ നിലയിൽ ഏറ്റവും പവിത്രമായി നടന്ന ഒരു സമാധിയാണ്, അതിനെയാണ് വലിച്ചിഴച്ച് ഈ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോയതെന്നൊരു കാര്യമാണ് അവർ പറയുന്നത്. ഏതായിരുന്നാലും കഴിഞ്ഞ ദിവസത്തെ നടപടികൾ നമുക്കറിയാം. ഇത് പുറത്തെടുത്തത് ഹൈക്കോടതി വിധിയുടെ ഉത്തരവുണ്ടായിരുന്നു. ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പിന്നീട് സമാധി സ്ഥലം തുറന്ന് ഈ ഭൗതികദേഹം പുറത്തെടുക്കുകയും അതിൻ്റെ തുടർന്ന് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ നടത്തിയതും പിന്നീട് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്ന് അപ്പോൾ തന്നെ RDO വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സ്വാഭാവിക മരണം എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ പ്രാഥമികമായി വിലയിരുത്തിയത്. ചില റിപ്പോർട്ടുകൾ കൂടി വരാനുണ്ട്. ഏതായിരുന്നാലും ഇന്നലെ നടത്തിയ പരിശോധനകളിൽ അത് സാധാരണ നിലയിലുള്ള മരണം എന്ന നിലയ്ക്ക് തന്നെയാണ് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ നിയമ നടപടികൾ തൽക്കാലം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടിയില്ല. പക്ഷേ ചില സർട്ടിഫിക്കറ്റുകൾ കൂടി, രേഖകൾ കൂടി, പരിശോധനാ ഫലങ്ങൾ കൂടി വരേണ്ടതുണ്ട്. അത് കാക്കുകയാണ്. പക്ഷേ വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഇതിൻ്റെ ചടങ്ങുകളുമായി ഇവിടെ അദ്ദേഹത്തിൻ്റെ മക്കളും ഗോപൻ സ്വാമിയുടെ മക്കളും ഈ നാട്ടുകാരും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അവരെല്ലാം തന്നെ ഈ സമാധിയുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ ഇത് ആ മുഹൂർത്തത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. തീർച്ചയായും ആ മുഹൂർത്തത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആറാലുംമൂട് ജംഗ്ഷനിൽ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള നാമജപ യാത്ര എത്തി എന്ന് നേരത്തെ വി അരുൺ റിപ്പോർട്ട് ചെയ്തിരുന്നു. അല്പസമയത്തിനകം തന്നെ വീട്ടിലൊരുക്കിയിരിക്കുന്ന ആ മഹാസമാധി സ്ഥലം എന്ന് അവർ പറയുന്ന ഇടത്തേക്ക് മൃതദേഹം എത്തിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഋഷിപീഠം എന്ന നാമമാറ്റം നടത്തിയിട്ടുള്ള ഇടത്തേക്കാണ് മൃതദേഹം എത്തിക്കുക. അവിടെയായിരിക്കും ഇനി മറ്റു ചടങ്ങുകൾ നടക്കുക. 10-20 മിനിറ്റ് നീളുന്ന പൂജകൾ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതിനുവേണ്ടി അവിടെ അതിന് നേതൃത്വം കൊടുക്കുന്ന ചെങ്കൽ മഠത്തിൽ നിന്നുമുള്ള സ്വാമിമാരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടി നേരത്തെ നമുക്കറിയാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ ചില ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ കണക്കിലെടുത്ത് വലിയ സുരക്ഷ പോലീസ് ഒരുക്കിയിരുന്നു. ഇപ്പോഴും ആ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെയുണ്ട്. ദൃശ്യങ്ങളിൽ നമുക്കൊരു ഭാഗത്ത് കാണാം, ഒരു മകൻ ഈ നാമജപ യാത്രയിൽ മൃതദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. മറ്റൊരു മകൻ ആ ക്ഷേത്രത്തിൽ പൂജ ചെയ്തു വന്നിരുന്ന മകൻ, നമ്മൾ ദൃശ്യങ്ങളിൽ ആദ്യ ഭാഗത്ത് കാണുന്നത് ആ മകനെയാണ്. അതിന് പൂജാകർമ്മങ്ങൾക്ക് ഇപ്പോഴും നേതൃത്വം നൽകുന്നത് അദ്ദേഹമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ വിവാദമായിരുന്നു. കഴിഞ്ഞ സമാധി മക്കളും ഭാര്യയും മരുമകളും മാത്രം അറിഞ്ഞ് നടത്തിയതാണെങ്കിൽ ഇതിപ്പോൾ വലിയ രീതിയിൽ ആളുകൾ ക്ഷണിക്കപ്പെട്ടോ അല്ലാതെയോ ഒക്കെ അവിടെ എത്തിയിരിക്കുകയാണ്. വലിയ രീതിയിൽ എല്ലാവരെയും അറിയിച്ചുകൊണ്ട് മഹാസമാധിയാക്കി തന്നെ അവർ അത് മാറ്റുകയാണ്. അച്ഛന്റെ ആഗ്രഹപ്രകാരം സമാധി ഇരുത്തി എന്നതായിരുന്നു മക്കൾ പറഞ്ഞതെങ്കിൽ അന്ന് അവർ മറ്റാരെയും അറിയിക്കാതിരിക്കാൻ കാരണമായി പറഞ്ഞത് അത്
അച്ഛന്റെ ആഗ്രഹമായിരുന്നു എന്നതാണ്. മറ്റുള്ളവർ പങ്കെടുത്താൽ സമാധി പൂർണ്ണമാകില്ല, അച്ഛന്റെ ആഗ്രഹം അതായിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ ന്യായമായി പറഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ എല്ലാവരെയും അറിയിച്ചുകൊണ്ട്, എല്ലാവരും പങ്കെടുപ്പിച്ചുകൊണ്ട്, കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മഹാസമാധിയാക്കി തന്നെ അതിനെ മാറ്റിയിരിക്കുന്നു. അതിന് പല മഠങ്ങളിൽ നിന്നുള്ള സ്വാമിമാർ ഉൾപ്പെടെ അവിടെ എത്തിയിരിക്കുന്നു.